ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജോസ് എഡ്യൂവേഴ്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എഡ്യൂ 08 ടൈപ്പ് ഓഫ് ഇവാലുവേഷനിൽ വരുന്ന ഫോർമേറ്റീവ് ഇവാലുവേഷനും സമ്മേറ്റീവ് ഇവാലുവേഷനും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി അതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്ന അടുത്ത രണ്ട് ഇവാലുവേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രൊഡക്റ്റ് ഇവാലുവേഷൻ ആൻഡ് പ്രോസസ് ഇവാലുവേഷൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അപ്പോൾ എന്താണ്? പ്രൊഡക്റ്റ് ഇവാലുവേഷൻ ആൻഡ് പ്രോസസ് ഇവാലുവേഷൻ എന്നതാണ്. അപ്പോൾ പ്രോസസ് ഇവാലുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഏതൊരു കോഴ്സിനെയും ഒരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഏതൊരു കോഴ്സിനെയും നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? പ്രോഗ്രാംസ് എന്നാണല്ലേ വിളിക്കുന്നത്. അപ്പോൾ ആ പ്രോഗ്രാംസിൻ്റെ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ച ഡെവലപ്മെൻറ്റ് ആ പ്രോഗ്രാംസിനുണ്ടായോ, അല്ലെങ്കിൽ ആ പ്രോഗ്രാംസിലേക്ക് ആ ഡെവലപ്മെൻറ്റിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നതാണ് പ്രോസസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രോസസ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു പ്രോഗ്രാം, ഏതെങ്കിലും ഒരു കോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് അതിലുണ്ടായോ, ആ ഡെവലപ്മെൻറ്റ് നേടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ് പ്രോസസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം നടത്തി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രവർത്തനം നടപ്പിലാക്കിയിട്ട് അതിന് എന്ത് റിസൾട്ടാണ് ഉണ്ടാകുന്നതെന്നും ഈ പ്രോസസ് ഇവാലുവേഷനിലൂടെ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും. ഇപ്പം നമ്മളൊരു കരിക്കുലം നിർമ്മിക്കുമ്പോൾ ആ ഒരു കരിക്കുലത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അതിനെ വിലയിരുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആ കരിക്കുലം നിർമ്മിക്കുമ്പോഴേ നമുക്ക് ഓരോ ഒബ്ജക്റ്റീവ് കാണല്ലേ, ഓരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, ഓരോ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഓരോ എയിം ഉണ്ടായിരിക്കും. ആ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടാൻ പറ്റിയോ, അല്ലെങ്കിൽ എത്രമാത്രം വിജയ സാധ്യതയാണ് ആ ഒരു കരിക്കുലത്തിനുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തുന്നത് ഇതിലൂടെയാണ്, ഈ പ്രോസസ് ഇവാലുവേഷൻ മെത്തേഡിലൂടെയാണ്. അപ്പം ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന റിസൾട്ടിനെ മാത്രമല്ല, ആ റിസൾട്ടിലേക്ക് എത്തുവാനായിട്ടുള്ള ഓരോ ഘട്ടങ്ങളുണ്ടല്ലോ, ആ ഘട്ടങ്ങളെ ഇവിടെ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് നോക്കിക്കാണുന്നുണ്ട്. ഇതിലൂടെ ഒരു പോളിസിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ വരും വരായികകളെ കൂടി നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രോസസ് ഇവാലുവേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്വഭാവ സവിശേഷതകളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇതിലൂടെ നോക്കിക്കാണാനായിട്ട് പറ്റും. സെക്കൻഡ് എന്ന് പറയുന്നത് ഏത് മാർഗത്തിലൂടെയാണ് എത്തിയതെന്ന് ഇതിൽ നോക്കുന്നു. ഇവിടെ നമുക്കൊരു ഗോളുണ്ട്, ആ ഗോൾ നമ്മൾ നേടുവാണ് എങ്കിൽ ആ ഗോളിലേക്ക് നമ്മൾ ഏത് മാർഗത്തിലൂടെയാണ് എത്തിയതെന്നും കൃത്യമായിട്ട് ഈ പ്രോസസ് ഇവാലുവേഷൻ്റെ അകത്ത് നോക്കിക്കാണുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ്, എന്താണ് ഇനി അടുത്തത്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനി അടുത്തതായിട്ട് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇനി അടുത്തതായിട്ട് എന്താണ് എന്ന തീരുമാനവും എടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പ്രോസസ് ഇവാലുവേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പ്രോസസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം നടത്തുമ്പോൾ ആ പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്ന ഡെവലപ്മെൻറ്റ് ഉണ്ടായോ, അല്ലെങ്കിൽ ആ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഇവാലുവേഷനാണ് പ്രോസസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രൊഡക്റ്റ് ഇവാലുവേഷനാണ്. പ്രൊഡക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫൈനൽ പ്രൊഡക്റ്റിനാണ്, അവസാന ഫലത്തിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം പ്രൊഡക്റ്റ് എന്നതിൽ തന്നെ ഉണ്ട് ഉൽപ്പന്നത്തിനാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. ഇപ്പോൾ ഒരു പഠന പ്രവർത്തനത്തിൽ ആ ഒരു കുട്ടിയുടെ അവസാന റിസൾട്ടിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ആ റിസൾട്ട് നേടാൻ വേണ്ടിയിട്ട് അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ഏത് വേ ആണ് അവൻ സ്വീകരിച്ചത് എന്നതൊന്നും ഇവിടെ ആരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലാസ്റ്റ് ഫൈനൽ റിസൾട്ടിന് മാത്രമാണ്. അപ്പോൾ എങ്ങനെ അതിലേക്ക് എത്തി എന്നതിനല്ല, എന്ത് റിസൾട്ടാണ്, എന്ത് ഫലമാണ് ലഭിച്ചത് എന്നതിനാണ് ഈ പ്രൊഡക്റ്റ് ഇവാലുവേഷൻ്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം അവസാനം നമ്മുടെ ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് വേണമെങ്കിൽ അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം, ഇപ്പോൾ ഒരു ഹലുവ ഉണ്ടാക്കി കൊടുത്തു, എല്ലാവരും രുചികരമായിട്ടൊക്കെ കഴിച്ചു. പച്ച കളറിലെ ഹലുവയാണ് കേട്ടോ. കഴിച്ചു, എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. കഴിച്ചതിന് ശേഷം ഉണ്ടാക്കിയ ആൾ പറയുന്നു, ഞാനിത് ഉണ്ടാക്കിയത് വാഴയില കൊണ്ടുള്ള
ഹലുവയാണ് എന്ന് പറയുമ്പോൾ എന്താണ് പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. പക്ഷേ ആദ്യമേ ഇവരെന്താണ് ആ പ്രൊഡക്റ്റിൻ്റെ ആ ഹലുവ എന്ത് രുചിയോടെയാണല്ലോ അവർ കഴിച്ചത്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്, അവസാനത്തെ റിസൾട്ടിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിലേക്ക് എങ്ങനെ എത്തി എന്നതിന് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല. ഈ പ്രൊഡക്റ്റ് ഇവാലുവേഷൻ എന്താണ്, 3 ലെവലുണ്ട്: ബിഗിനേഴ്സ് ലെവൽ, സ്കിൽഡ് ലെവൽ ആൻഡ് എക്സ്പേർട്ട് ലെവൽ. ഏതൊക്കെയാണ്? ബിഗിനേഴ്സ് ലെവൽ, സ്കിൽഡ് ലെവൽ, എക്സ്പേർട്ട് ലെവൽ എന്നിങ്ങനെ 3 ലെവൽസ് ആണ് പ്രൊഡക്റ്റ് ഇവാലുവേഷന് ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് പ്രോസസ് ഇവാലുവേഷനും പ്രൊഡക്റ്റ് ഇവാലുവേഷനും ആയിരുന്നു. ഇത് രണ്ടും തമ്മിൽ കമ്പാരിസൺ ചെയ്യുമ്പം എന്താണ്, പ്രോസസ് ഇവാലുവേഷൻ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? എന്തെങ്കിലും ഒരു പഠിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ റിസൾട്ടിന് മാത്രമല്ല, ആ റിസൾട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് സ്വീകരിക്കുന്ന മാർഗങ്ങൾക്കും എന്താണ് പ്രോസസ് ഇവാലുവേഷനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കാരണം എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ് ഇത് കടന്നു പോയതെന്ന് ഇവിടെ വിലയിരുത്തുന്നു. എന്നാൽ പ്രൊഡക്റ്റ് ഇവാലുവേഷനിലാണെങ്കിൽ എന്താണ്, ഫൈനൽ റിസൾട്ടിന്, ഫൈനൽ പ്രൊഡക്റ്റിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിലേക്ക് എത്താൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചു, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലൂടെയാണ് അവിടേക്ക് എത്തിയത്, എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടു എന്നതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.